Good morning, everyone. Am I audible? Sir, audible. Okay. Okay, we will summarize what we have discussed yesterday. ആരാ പറഞ്ഞുതരാ? അശ്വിത. അശ്വിത അശ്വിത ഇല്ല. ഓക്കെ. അനുവിന്ദ്. ഒന്ന് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് ലാസ്റ്റ് ക്ലാസ്? ഇൻവേർട്ടേഴ്സ്. എന്താണ് ഇൻവേർട്ടർ എന്ന് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. പൾസ് വിത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടർ ഉണ്ട്, സ്ക്വയർ വേവ് ഇൻവെർട്ടർ ഉണ്ട്, സിംഗിൾ ഫേസ് ഇൻവെർട്ടർ. സിംഗിൾ ഫേസ് ഇൻവെർട്ടർ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിംഗിൾ ഫേസ് ഇൻവെർട്ടർ വിത്ത് വോയിസ് ക്യാൻസലേഷൻ അല്ലേ? അതിന് മുന്നേ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ജനറൽ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ഇൻവെർട്ടർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട്. ഏതൊക്കെയാ? ഇൻപുട്ടിനനുസരിച്ചാണ് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഇൻവെർട്ടർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വോൾട്ടേജും കറണ്ടോ? വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആൻഡ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. ഓക്കെ. എന്താണ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ആൻ ഇൻവെർട്ടർ? DC-നെ AC ആക്കി മാറ്റും. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഹരിത. ഗോപിക. ഗോപിക. ദീപ്തി. എന്താണ് ഈ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് ഇൻവെർട്ടറിന്റെ ആപ്ലിക്കേഷൻ? ഇൻവെർട്ടർ DC to DC കൺവെർട്ടർ ആണ്. DC to AC കൺവെർട്ടർ. AC കൺവെർട്ടർ ആണ്. DC സോഴ്സ് ഒന്നിക്ക് ബാറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റെക്ടിഫയർ ആയിരിക്കും. ഓക്കെ. അതിന്റെ ഔട്ട്പുട്ട് സ്ക്വയർ വേവ് അല്ലെങ്കിൽ ലോ ഡിസ്റ്റോർട്ടഡ് സൈൻ വേവ്. ഓക്കെ. അതെ. അത് 2 ടൈപ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും കറണ്ട് സോഴ്സ് ഇൻവെർട്ടറും. എവിടെയാണ് ഇൻവെർട്ടറിന്റെ ആപ്ലിക്കേഷൻ? എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇൻവെർട്ടർ? ഹൈ പവർ AC മോട്ടോർ ഡ്രൈവില്. ഓക്കെ. പിന്നെ വേറെ ആപ്ലിക്കേഷൻ? വേറെ നമുക്ക് UPS യൂസ് ചെയ്യാം അല്ലേ? അൺഇൻറ്ററപ്റ്റബിൾ പവർ സോഴ്സിൽ യൂസ് ചെയ്യാം. ക്രിട്ടിക്കൽ ലോഡ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അല്ലേ? സൗമ്യ. സൗമ്യ. അഭിജിത്ത്.
എസ് പി ഡബ്ല്യു, സൈനസോയിഡൽ പി ഡബ്ല്യു എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് ഒരു ട്രയാങ്കുലർ വേവ് ഫോമും സൈൻ വേവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നമുക്കിവിടെ സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഓർഡിനറി പി ഡബ്ല്യു, അതായത് റാമ്പും ഡി സി വോൾട്ടേജും കമ്പയർ ചെയ്തിട്ടുള്ള ആ പി ഡബ്ല്യുവും യൂസ് ചെയ്യാൻ പറ്റാത്തത്? അതിപ്പം നമ്മൾ എടുക്കുന്ന റാമ്പിന്റെ ടൈം പീരീഡ് ആണ് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും? വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും കമ്പയർ ചെയ്യാൻ പറ്റും, വോൾട്ടേജിന്റെ ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകും. ഓക്കെ, പിന്നീട് എക്സാം നാളെ വൈകുന്നേരം 6 മണിക്ക് എന്ത് ചെയ്യും, ഞാൻ ഇൻവേഴ്സിലിടും അസൈൻമെൻറ്റ് 2 ആയിട്ട് 7 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ അല്ലേ എല്ലാവരും? സെക്കൻഡ് മോഡ്യൂളിൻ്റെ എക്സാമാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് മോഡ്യൂളിൻ്റെ എക്സാം നാളെ 6 മണിക്ക് ലിങ്ക് എന്താ പറയുക, അത് അസൈൻമെൻറ്റ് 2 ആയിട്ട് എവിടെ ഇടും, ഇൻവേഴ്സിലിടും. അത് 7 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, എഴുതിയിട്ട് സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സർക്യൂട്ടും വേവ് ഫോം എക്സ്പ്ലനേഷൻ തന്നെയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവും. Okay, the next topic is we are going to discuss about different types of inverter circuit now. The first one is half bridge inverter. So in this one we need to learn about three circuits of inverters. That is half bridge inverter, full bridge inverter and push pull inverter. Okay, ഈ സെയിം നെയിം തന്നെ നമ്മൾ ഡി സി ടു ഡി സി കൺവേർട്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്, പുഷ് പുൾ. ഓക്കെ, അതേ ബേസിക് ലോജിക്ക് പ്രകാരം തന്നെയാണ് ഇൻവേർട്ടേഴ്സും വർക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു ഡി സി ടു ഡി സി കൺവേർട്ടറിൻ്റെ പ്രൈമറി സൈഡിൽ എങ്ങനെയാണോ സർക്യൂട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഇൻവേർട്ടേഴ്സിന്, അത് തന്നെയാണ് ഈ ഇൻവേർട്ടേഴ്സിൻ്റെ സർക്യൂട്ട്. സെക്കൻഡറി സൈഡ് നമ്മൾ ആലോചിക്കുന്നില്ല. ആ ഡി സി ടു ഡി സി കൺവേർട്ടറിൻ്റെ പ്രൈമറി സൈഡിൽ എങ്ങനെയാണോ സർക്യൂട്ട് ഉണ്ടായിരുന്നത് ആ ഒരു സർക്യൂട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ഈ 3 ഇൻവേർട്ടറിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ we need to learn about three circuits of inverters. The first one is half bridge inverter, second one is full bridge inverter, and third one is push pull inverter. So it is very simple. The first one is half bridge inverter. In the case of half bridge DC to DC converter, we know that the input voltage is actually divided into exactly by 2 using 2 capacitors. So the voltage across this capacitor will be, if input is V in, the voltage across each capacitor will be V in by 2. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ കേസിൽ സർക്യൂട്ട് നമ്മൾ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തത്. In this case also we can do the similar operation, like we are giving an DC voltage of say Vs, and using 2 capacitors we can split the voltage exactly by 2, Vs by 2. But here we have directly shown a battery source of magnitude Vs by 2 and another one is Vs by 2. So if you add both you will get Vs. ഓക്കെ, അവിടെ കപ്പാസിറ്ററിൽ അങ്ങനെ കാണിക്കുന്നതിന് പകരം രണ്ടും എക്സാക്ട് സെയിം ആണ്. ഇവിടെ ആ സർക്യൂട്ടിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ കാണിക്കുന്നതിന് കപ്പാസിറ്റർ വെച്ച് വോൾട്ടേജ് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് കാണിക്കുന്നതിന് പകരം എന്ത് ചെയ്തു, വോൾട്ടേജ് സോഴ്സ് തന്നെ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. അതായത് വോൾട്ടേജ് സോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ടോട്ടൽ വോൾട്ടേജ് വി എസ് ആണെങ്കിൽ എക്സാക്ട് ഹാഫ് ആവുന്നത് പോലെ വി എസ് ബൈ 2, അതേപോലെ വി എസ് ബൈ 2 എന്നുള്ള 2 സോഴ്സ് എടുത്തു. ആൻഡ് we have 2 switches, transistor T1 and T2, and this is the load resistance. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എവിടെയും ഉണ്ടായിരുന്നത്, ഹാഫ് ബ്രിഡ്ജ് സർക്യൂട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി, ഈ ഒരു സർക്യൂട്ട് പഠിക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഹാഫ് ബ്രിഡ്ജ് സർക്യൂട്ടിന്റെ കേസിൽ 2 കപ്പാസിറ്റർ കൊണ്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്തു, ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഇത്
ഓരോ സ്വിച്ചസ് ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാഫ് ബ്രിഡ്ജ് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ സെയിം ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡിൽ നിന്ന് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഒരു ട്രാൻസിസ്റ്റർ വഴി ലോഡ് റെസിസ്റ്ററിലേക്കും മറ്റേ നെഗറ്റീവ്, മറ്റേ സപ്ലൈയുടെ നെഗറ്റീവ് എൻഡിൽ നിന്ന് ട്രാൻസിസ്റ്റർ വഴി സെയിം പോയിന്റിലേക്ക് നമ്മൾ വയർ ചെയ്തിട്ടുണ്ട്. So it is similar to the circuit what we have learned. Instead of load resistor, here we had transformer primary winding. So now let us discuss this. Assume that we need a square wave like this. Okay, either we can draw like this, or we can draw like this. Both are possible with the help of this circuit diagram. So assume that we need a voltage like this. So initially what we'll do is we need a positive half cycle. So what I am doing here is I am switching on this transistor T1 and I am switching off T2. That means this positive supply will come exactly parallel to the load resistor, because negative is connected to the one terminal of load resistor and positive is connected to switch, and then the switch is connected to another end of load resistor. When switch is closed or switch is turned on, this will like this, that is it will conduct from one end to another, so current will start to flow. So when switch is on, the voltage source will come exactly parallel to the load resistor and its magnitude is exactly Vs by 2. Correct? So when the switch is on, it is a closed contact. So when it is a closed contact, it will connect the positive terminal of the supply to the one end of load resistor. Negative terminal of the supply is already connected to the other end of load resistor. So when switch T1 is on, you will get an output voltage equal to Vs by 2 exactly across the load resistor. And also you note that the positive terminal is this one and the negative terminal is this one. So we got waveform like this during first mode of operation. Depends on the frequency. After a few time interval, what I am going to do is I am turning off this switch. Okay, this you note down, this is positive, this is negative. After a certain time period, I am switching off T1 and then I am switching on T2. Now what will happen? Now negative terminal of this supply will be connected to this end of the load resistor, because when transistor is switched on, it is a closed contact and negative terminal will connect to the one end of this load resistor. What about the opposite end? The positive terminal is already directly connected to the opposite end of load resistor. Okay, I will explain one more time. What I am doing is I got a positive half cycle already, and after a certain time interval, or what I am doing is I am switching off T1 and switching on T2. Now what will happen is when T2 is switched on, the negative terminal will connect directly to the load resistor, and since positive terminal is already connected to load resistor, you will get a voltage across this load resistor in the polarity negative and positive, just opposite to what it was there in the previous half cycle. What about during that time? What about this supply? This supply, and there will not be any current flow from this supply because the switch T1 is open. We have switched off the switch T1.
Okay, so there will not be any current flow from the first supply. Current will flow from only the second supply Vs by 2. Now the polarity of this voltage, the maximum magnitude of this voltage is minus Vs by 2. And also you note that in the previous operation it was plus and minus. Now it is minus and plus. So that is clearly we can understand that initially it was positive half cycle. Now it is minus Vs by 2 and it comes in the negative half cycle. Okay, or if you need a waveform like this, this is also another method to generate sine wave. That is, initially you are switching on T1 for a certain time interval. You will be getting Vs by 2 across load resistor, and later for a time interval you are switching off both the switches, and after that only you are switching on T2. Thus, when T2 is switched on, you will get a negative voltage minus Vs by 2. So if you take the peak to peak value, the peak to peak value is Vs by 2 plus Vs by 2. So that is nothing but Vs. Peak to peak എന്ന് പറയുമ്പോൾ ഈ ഒരു ടോപ്പ് എൻഡിൽ നിന്ന് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വാല്യൂ അല്ലേ, അത് പീക്ക് ടു പീക്ക് എടുത്താൽ ടോട്ടൽ Vs by 2 പ്ലസ് Vs by 2 Vs നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. Two transistors T1 and T2 are used in used as switching devices. They can be MOSFET, GTO, SCR, and IGBT, BJT, etc. Anything. Okay, depends on the current and voltage rating or switching frequency. Anything you can tell. And in the initial, during the initial time period, what we are doing is we are switching on T1 and switching off T2. So when T1 is switched on, you will get this power supply exactly in parallel with the load resistor in the polarity positive and minus negative, and there won't be any current flow from this power supply. So you will get a if you measure if you are connecting positive terminal of multimeter or voltmeter here, negative terminal here, you will get a voltage like this, and the magnitude of this voltage is Vs by 2. And after a certain time interval, what we are doing is we are switching off the T1 and switching on T2. So when T2 is switched on, this power supply will come exactly parallel with the load resistor, but the polarity is this side it is negative and this side it is positive. Now if you measure the voltage across this terminal by keeping positive terminal or phase terminal of multimeter or voltmeter here and negative terminal here, you will get a negative half cycle. The magnitude of that negative half cycle is minus Vs by 2, and it continues then you can switch on T1 again, then T2, T1, T2. So in that order you can continue. Depends on the required frequency. If you need higher frequency, switch on T1 and T2 at a higher switching frequency. Okay. Again, this is like what I have explained is like a square wave converter. If you need PWM, you can divide this. Okay, you can switch on both T1 and T2 using SPWM technique. That is what I was telling yesterday. If you connect this one to T1 and if you invert this and connect it to T1, T2, it will give variation in both magnitude and also the frequency. ഓക്കെ, നമുക്ക് ഇങ്ങനൊരു രീതിയിലുള്ള കണക്ഷൻ, ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ വേറെ എക്സ്റ്റേണൽ സർക്യൂട്ട് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് T1ലേക്കും
ഇതിൻ്റെ ഇൻവേർട്ടഡ് എടുത്തിട്ട് T2ലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, we will read what it is written here. Transistor T1 conducts from 0 to T by 2. T by 2, T is total time period. T by 2 is half of the time period. T is nothing but time period. T by 2 means half of the time period. What I am doing is I am switching on T1. Hence, the output voltage is positive and it is Vs by 2. Okay, as we have discussed, the output voltage is positive and the magnitude of it is Vs by 2. Then, when it reaches half of the time period, what we are doing is we are switching off T1 and we are switching on T2. So, T2 conducts from T by 2 to total time period T. Hence, the output voltage is negative and it is minus Vs by 2. Okay, now negative half cycle ആണ് ഇപ്പോൾ വരുന്നത് അല്ലേ? പോളാരിറ്റി ഇൻവേർട്ട് ചെയ്തു. നേരത്തെ Vs by 2 ആയിരുന്നു, ഇപ്പം മൈനസ് Vs by 2 ആണ്. അപ്പം നമുക്ക് പറയാം ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം ആണ് അല്ലെങ്കിൽ AC വേവ് ഫോം ആണ്. Since the load is resistive, the output current waveform is same as voltage waveform. The output of this inverter is a square wave. ഓക്കെ, ഇത് എക്സാക്റ്റ് ഞാനിപ്പം ഈ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് വെച്ച് നമ്മുടെ ഔട്ട്പുട്ട് എക്സാക്റ്റ് ആയിട്ട് എന്താണ് വരിക? സ്ക്വയർ വേവ് ആണ് വരിക. ഇതിൻ്റെ അകത്ത് നമ്മൾ SPWM ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക സൈൻ വേവ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. This is okay, same diagram. What I have done is instead of a DC supply we have used capacitor divider. And switches also are as there. Switches is instead of BJT we are using IGBT switches, and we have connected a freewheeling diode. Okay, that is actually for inductive load, not for resistive load. This is for inductive load. Now, if you go for this one, if you go for the waveform, first what it is there, first the voltage across output. So as I said, it is Vs by 2 and minus Vs by 2. And then fundamental component, if you draw this fundamental component, because fundamental means how much it is similar to that AC waveform, that is what we are drawing here. So it is somewhat looks like sine wave. Then this is I1. Okay, I1 means the switch, the current through Q1. This is what I1, and I2 is switch current through switch Q2. Okay, initial condition എന്താണ്? I1 ആണ് ഫ്ലോ ചെയ്യുന്നത്, കാരണം എന്താ? Q1 ആണ് ഓൺ ആക്കിയിട്ടുള്ളത്. പിന്നീടുള്ള ടൈം T/2 to T എന്ന് പറയുന്ന ടൈം ഇന്റർവെല്ലിൽ Q2 is turned on and current is flowing to Q2. Okay, what will be the magnitude of current? The magnitude of current is, we know that voltage by resistance. Okay, voltage is actually Vs by 2 and resistance is R. So the magnitude of current is Vs by 2R. So that is what it is written here, Vs by 2R. Okay, we are not discussing this inductive load here because what is the difference is it is exactly linear. Since it is highly inductive load, that is exactly linear, not like a sine wave. Okay, actually we don't need that one. We just you have to draw this circuit and this waveform and also follow these instructions. Okay, I think all are clear with the half bridge inverter circuit. It's very easy, but same like DC to DC, half bridge DC to DC converter what we have discussed in the previous classes. Okay, now let us discuss full phase or bridge rectifier, or sorry, full phase bridge inverter or full bridge inverter. Okay, observe that there are 4 transistors and 4 diodes. The diodes are required to feed back when the load is inductive. So diode ആവശ്യം എന്ന് പറയുന്നത് ലോഡ് ഇൻഡക്റ്റീവ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ. When it is resistive, actually we don't need this diodes.
When load is resistive, diode doesn't carry any current. Okay, when load is resistive, diode doesn't carry any current. ഓക്കെ, പക്ഷെ നമുക്ക് ആ കേസ് നമുക്ക് വരുന്നില്ല. നമുക്കിപ്പോൾ ഏത് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും അതിലൊരു ഇൻഡക്റ്റീവ് കോമ്പോണന്റ് എന്തായാലും ഉണ്ടാവും. ഒരു LED ബൾബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എന്തെടുത്താലും മിനിമം ഒരു കോമ്പോണന്റ് എടുത്താലും മിക്കവാറും ഇൻഡക്റ്റീവ് കോമ്പോണന്റ് ഉണ്ടാവും. അപ്പം ഡയോഡ് ആക്ച്വലി ആവശ്യമുണ്ട്. ഓക്കെ, പ്രീവിയസ് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഡയോഡ് എന്താണെന്ന് ഞാൻ എങ്ങനെയാണ് ഡയോഡ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ബട്ട് ഈ ഒരു സർക്യൂട്ട് വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. Now this is the circuit of single phase bridge inverter, or we can tell it full bridge inverter, full phase bridge inverter. Okay, issue alla single phase bridge inverter. Okay, we have a voltage source Vs and 4 switches T1, T3, T2, sorry T4, T2, and likewise parallel to these switches we have diodes D1, D3, D4 and D2, and we have a load here. Initially assume that this load is resistive. I am explaining the condition that the load is resistive. Now let us tell that total time period is T. The total time is T, and for a time period of T by 2, that is exactly half of total time period. So for a time period of T by 2, I am switching on T1 and T2. അല്ലേ, നമ്മൾ പഠിച്ച DC to DC കൺവേർട്ടറിലും ഇതേപോലെ തന്നെയായിരുന്നു. 4 സ്വിച്ചസ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സർക്യൂട്ട് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാം അല്ലേ. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് T ആണെങ്കിൽ T by 2 ഇൻ്റർവെല്ലിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? T1 ഉം T2 ഉം ഓൺ ആക്കും. So when T1 is on, that is this switch is closed, this will become a closed contact and you will get a positive supply here. And when T2 is switched on, this is closed, this contact is closed, and since it is connected to negative terminal, you will get a negative supply here. So what will be the voltage across the resistance? The voltage across the resistance is exactly Vs. അല്ലേ, Vs ന്റെ പോസിറ്റീവ് ആണ് ഈ ക്ലോസ്ഡ് കോണ്ടാക്റ്റിലൂടെ ഇവിടെ എത്തിയത്. അതേ Vs ന്റെ നെഗറ്റീവ് ആണ് ഡയറക്റ്റ് ഈ ക്ലോസ്ഡ് കോണ്ടാക്റ്റിലൂടെ ഇവിടെ എത്തിയത്. So the voltage across load resistor is Vs. Okay, പ്രീവിയസ് ഹാഫ് ബ്രിഡ്ജിൽ എന്തായിരുന്നു? Vs/2 ആയിരുന്നു. ഫുൾ ബ്രിഡ്ജിലെത്തുമ്പോൾ അത് എക്സാക്ട് Vs ആയി അല്ലേ. നേരത്തെ നമ്മൾ DC to DC കൺവേർട്ടറിന്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹാഫ് ബ്രിഡ്ജിന്റെ കേസിൽ ഹാഫ് ഓഫ് ഫുൾ ബ്രിഡ്ജ് ആയിരുന്നു. ഓക്കെ, അപ്പം അത് കിട്ടി. സോ ഫ്രം 0 to T by 2 we are getting a voltage Vs across the load. Okay, then for an interval T by 2 to T, that is for this interval, what I am doing is I am switching on T3 and T4 and switching off T1 and T2. Switching on T3 and T4. So what will happen when T4 is switched on? This contact closes or this switch closes. The negative terminal which is at this point will connect here, so this is negative. And when T3 is closed, so that is this one, when T3 is closed, what will happen? The positive terminal will connect here, so this side it is positive. And what will be the voltage? The magnitude of voltage, since positive is directly connected to this end and negative is directly connected to this end, the voltage is exactly input voltage, that is Vs. But what about the polarity? Polarity is actually just opposite of what it was there in the previous cycle. In the previous cycle, it was plus and minus here. Now it is minus and plus. So it is just opposite to what it was there in the previous cycle. So now the output voltage is minus Vs. So it exactly works like half bridge converter,
But the difference is in the case of half bridge converter, the voltage across load resistor was Vs by 2 and minus Vs by 2. But in the case of full bridge inverter, the voltage across the resistor is Vs, and the peak to peak voltage is 2 Vs, that is Vs plus Vs, that is 2 Vs. Okay, that is how this circuit works. So we will read this one. The transistor T1 and T2 conduct from 0 to T by 2. Okay, we have discussed that the transistor T1 and T2 are switched on initially for a time period 0 to T by 2. The output voltage waveform is positive, or output voltage is positive. So during that interval, the voltage is positive and its magnitude is Vs. At T by 2, transistor T1 and T2 are turned off, and transistor T3 and T4 will turn on or conduct from T by 2 to T2. അതായത് ബാക്കിയുള്ള ടൈം, അതായത് ടി ബൈ ടു ടു ടി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ട്രാൻസിസ്റ്റർ T3യും T4ഉം ആണ് കണ്ടക്ട് ചെയ്യുക. അറ്റ് ദ ടൈം ദ വോൾട്ടേജ് ഈസ് നെഗറ്റീവ് Vs. Okay. Okay, this is the circuit diagram with waveform. So this is actually this is the output voltage between A and B terminal. So which is A terminal? So here you have A, here you have B. So this is a voltage between A and B terminal. So see the peak maximum value Vs, and here it is minus Vs, and peak to peak it is 2 Vs. And what it is available here is voltage between A and a point where the magnitude half of that is this point. It is actually Vs by 2. Okay, no need to discuss that one. We will leave that one. We will concentrate only on this one. The output voltage is Vs and negative Vs, and total peak to peak value is Vs by 2. Now, as I said, what is the use of these diodes? If it is an inductive load, in the first half cycle, it will charge like positive and negative. So before connecting, before going into next half cycle, we should discharge this inductor. That is very important. Otherwise, there will be a short circuit. So how we should discharge? So when all switches are turned off, the polarity of this inductor will change like negative and plus. And what will happen? It will start to conduct in this path. So it will forward bias D4, and also it will forward bias D3, and it start to flow back to the input supply. And it discharges for a time interval. Then only we are switching on the T3 and T4. Okay. Else I will explain the next cycle. During when T3 and T4 are on, this side it was positive and this side it was negative. When T3 and T4 are turned on, this side it is negative. So since it is an inductive load, we have to discharge the energy in the inductive load. So what we'll do is we'll switch off all switches for a certain time interval. At that time, the inductor will change its polarity like plus and minus. So what will happen? It will forward bias D1, and also it will forward bias D2. So the current will flow back to the input source. So that diode is called feedback diode or freewheeling diode. So it is just to discharge the energy in the inductor, so that it will be available to store energy from the next cycle onwards. Okay, that is what when we are dealing with inductor and capacitor, we have to concentrate little more on all factors: when it will discharge, when it will charge, when we can switch on the switch,
everything we need to discuss. So that is the importance of these switches, these diodes. So it is just to protect the circuit. One thing is we have to discharge this energy. Another thing is we have to protect these switches. If the switch we should not allow current to flow through the switches in the reverse direction. So that that condition we have to eliminate. Okay, that is what we are discussing in today's class. Okay, we will summarize that one. We have discussed two circuits today, that is half bridge and full bridge converter. Half bridge converter means there were two switches, T1 and T2, and a load resistor. The input voltage is exactly divided by half by using a capacitor, parallel series capacitance, or capacitor divider network. So that whenever one switch is turned on, the voltage across the load will be Vs by 2. So it depends on if T1 is turned on, the voltage across the load resistor is Vs by 2, and when T2 is turned on, voltage across load resistor is minus Vs by 2. And we got output some square wave. Okay, and if you draw the fundamental current waveform, the current waveform looks like this, and the voltage or the current through each switch is given like this, because when T1 is turned on, the current flows only through T1, not through T2, and next half cycle it is just opposite to that. And in the case of full bridge inverter, what we are doing is we have 4 switches and 4 diodes. So we are not dividing the voltage by half using a capacitor divider network. The full voltage comes across the load resistor, but the condition is we have to turn on 2 switches at a time. First we are switching on T1 and T2, and then we are switching on T3 and T4. Okay, but please note that while drawing the circuit diagram, sometimes you may write like T1 here and T2 here and T3 here like this. At that time, that is correct. Whatever in whatever way you can represent the name of the switches or components. But thing is that while explaining, you have to explain like this: T1 and T4 is turned on, and T2 and T3 is turned on. That you have to note down. If you are writing like this and explain like T1 and T2 is turned on, means which are the switches are turned on? These 2 switches are turned on. Voltage across this one will be plus and plus. There will be 0 voltage across the load. So the explanation is correct, even though circuit is correct and your explanation also correct, but total result is wrong. Okay, so either you have to follow a naming system like this, T1 and T2, which is switching on same time, give continuous number T1 and T2 and T3 and T4, or you can write like T1 and T2, T3, T4, but while explaining, you explain like this: T1 and T4 are turned at a time, then later in the T by 2 to T period, T2 and T3 are turned on. Like that you have to explain. Is that clear? Any doubt in the in both the circuits? Okay, ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതാണ്ട് എന്താ പറയുക, DC to DC കൺവേർട്ടർ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ പ്രൈമറി പാർട്ട് തന്നെയാണ് ഇവിടെ. ആ ട്രാൻസ്ഫോമർ, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ വെച്ച് അതേ സർക്യൂട്ട് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ കാര്യം മറക്കണ്ട. നല്ലോണം എന്താ പറയുക, എല്ലാ മെറ്റീരിയൽസിലും ലിൻവേസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ
നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, സർക്യൂട്ടും വേവ് ഫോമും ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് വരിക.